മമ്മി നമുക്ക് ഇറങ്ങാം കേട്ടോ. മമ്മി ആണെങ്കിൽ അവിടെ ഇരിക്കുന്നു, നിൽക്കുന്നു, കിടക്കുന്നു. ഫോൺ വന്ന് നിന്നോട് നാളെ രാവിലെ 6 മണിക്ക് ഷൂട്ടുണ്ട്, ഇറങ്ങണമെന്ന് പറഞ്ഞു. ഡാഡി എന്താ ദൂരമായിട്ട് ഇങ്ങോട്ട് രംഗപ്രവേശനം ചെയ്യാതിരുന്നത്? താഴെ ഉണ്ടാ ആരാ? ഡാഡി ഉണ്ടോ അവിടെ? ഡാഡിയാണ് പച്ചിലപ്പാമ്മയെ കാട്ടി പേടിപ്പിക്കണ്ടെന്ന് പറഞ്ഞത്. ഓലപ്പാമ്പ് കാട്ടി പേടിപ്പിക്കണ്ടെന്ന് പറഞ്ഞത്. അതുകൊണ്ട് ഡാഡി ഇതൊക്കെ കുറെ കണ്ടിട്ടുള്ളതാ. ഏത് ഈ ഇന്റർവ്യൂ ഇരുന്നിട്ട് ബോറടിച്ചിട്ടുള്ളത്. അതെ, പക്ഷേ എനിക്ക് തോന്നുന്നു ഡാഡി വന്നിരുന്നെങ്കിൽ ഇന്ന് എങ്ങനെ ഉണ്ടായിരുന്നു? രസമില്ലായിരുന്നു എടാ? അടിനാശം വെള്ളപ്പൊക്കം ഫൺ മൂവിയാണ്, അതുകൊണ്ട് തന്നെ അതിന്റെ ഇന്റർവ്യൂ ഫണ്ണായിരിക്കണം എന്നുള്ളത് ഞങ്ങളുടെ ഒരു അജണ്ടയുടെ യോജിക്കുന്നു. അതെ, അപ്പോ നമുക്ക് എന്നാ പിന്നെ നൈസായിട്ട് വൈൻഡ് അപ്പ് ചെയ്താലാട്ടാ. വൈൻഡ് അപ്പ്. ശരി സുഹൃത്തുക്കളെ, ടാറ്റ. അപ്പൊ എല്ലാരും പടം കാണണം. അതെ, തീർച്ചയായിട്ടും പോഡ്കാസ്റ്റും കാണണം. കാർത്തിക് സൂര്യ, താങ്ക് യു സോ മച്ച് ചേട്ടാ, വന്നതിനും ഇത്രയും നേരം ശല്യപ്പെടുത്തിയതിനും സംവാദിച്ചതിനും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്നാലും ചെറിയ ബോറടിയൊക്കെ ഇല്ല, എനിക്ക് ഒരു ഡിസ്റ്റർബൻസ് ആവണം. താങ്ക് യു സോ മച്ച് ബ്രോ. ഒരുപാട് സന്തോഷം ഇത്രയും നേരം നമ്മുടെ കൂടെ സ്പെൻഡ് ചെയ്തതിലും. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെയുള്ള കോൺവെർസേഷൻ അൺഹിഞ്ച്ഡ് ആയിട്ടുള്ള അൺഹിഞ്ച്ഡ് അത് വേറൊരു വാക്കാട്ടാ. പക്ഷെ അല്ല കേട്ടോ, ഞാൻ ഇങ്ങനെ 2-3 വാക്ക് പഠിച്ചു വെച്ചിട്ടുണ്ട് ഇതിന്റെ ഇടയ്ക്ക് കൂടെ എവിടെയെങ്കിലും ഒക്കെ ഇറക്കി വിടാൻ. അടിനാശം വെള്ളപ്പൊക്കത്തിന്റെ ഇടയിൽ. അതെ, അടിനാശം വെള്ളപ്പൊക്കത്തിന്റെ കേക്ക്. ഇതെന്താണ്? ഇത് ആരുടെ ബർത്ത്ഡേ? ചെറിയൊരു ബർത്ത്ഡേ ആണത്. എന്റെ പിറന്നാളാട്ടായിരുന്നു. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു ചേട്ടാ. നേരത്തെ ഒരു പ്രാവശ്യം വിഷ് ചെയ്തായിരുന്നു. ശരിക്കും ആണോ? ശോ, എനിക്ക് വയ്യ. പെട്ടെന്ന് അല്ല, അതല്ല, എനിക്ക് സന്തോഷം കൊണ്ട് വയ്യ. എന്റെ ഫോൺ ഇവിടെ ഫോട്ടോ എടുക്കാനാണോ? അല്ല, അവന്റെ കൊടുക്കാൻ. പെട്ടെന്ന് മുറിച്ചാ മതിയോ? ചേട്ടൻ മുറിച്ചാൽ മതി, എനിക്ക് വേണ്ടി ചേട്ടൻ മുറിച്ച. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ. പോഡ്കാസ്റ്റിൽ ആദ്യമായിട്ട് കേക്ക് മുറിക്കുന്ന വ്യക്തി ഞാനായിരിക്കും. ഹാപ്പി ബർത്ത്ഡേ ഡിയർ കാർത്തിക് സൂര്യ. ഹാപ്പി ബർത്ത്ഡേ ടു യു. താങ്ക് യു സോ മച്ച്. ഞാനല്ല കൊടുക്കണ്ടേ? ഈ ബർത്ത്ഡേക്കാരനാണോ കേക്ക് കൊടുക്കുന്നത്? ബർത്ത്ഡേക്കാരനാ നമുക്കാണോ? ആരെങ്കിലും കേക്ക് കഴിച്ചാൽ പോരാ കേട്ടോ, നമുക്ക് അങ്ങനെ ഇന്ന് നോക്കണ്ടോ. താങ്ക് യു. നല്ല കോഫി ടേസ്റ്റ് ഉള്ള കേക്ക് കേട്ടോ. കോഫി അല്ല നമ്മൾ കുടിച്ചത്, അതുകൊണ്ട് അതിന്റെ ടേസ്റ്റ് മുന്നിൽ ചരിഞ്ഞ് വീണതായിരിക്കും അല്ലേ ചേട്ടാ? ഇതെന്താ ഒരു ഉണ്ടയൊക്കെ ഇരിക്കണ എന്റെ അമ്മയില്? ഞാൻ എല്ലാവർക്കും ഞാനാണ് സ്ഥിരമായിട്ട് 2 ദിവസമായിട്ട് കേക്ക് മുറിച്ചോണ്ടിരിക്കുന്നത്. ആണല്ലേ? എന്റെ പൊന്ന് കൈസേ, ഇത് എന്ത് പോഡ്കാസ്റ്റ് ആണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. 4 വാക്കിന് 4 ഡയറക്ഷനിലോട്ട് കറങ്ങിപ്പോയ ഒരു പോഡ്കാസ്റ്റ്. ഇതിനുണ്ടായിരുന്നു ബ്രോ, അന്യായ രസം. ഞാനൊരു 2 അറ്റവും കൂട്ടിമുട്ടിക്കാൻ പെട്ട പാടെന്റെ പൊടിപ്പൂര അമ്മച്ചിയെ. ഇത് ഒറ്റമുണ്ടാണോ അത് ഡബിൾ ആണോ? ഞാൻ പറഞ്ഞില്ലേ എങ്ങനെ ഞാൻ കൂട്ടിമുട്ടിച്ചു എന്ന് ദൈവത്തിനും എനിക്കും മാത്രമേ അറിയാവൂ. അയ്യോ, ഡ്രസ്സിനെ പറ്റി ഞാൻ കമന്റ് പറയാൻ പാടില്ലാത്തതാണ്. അതെന്താ അങ്ങനെയൊക്കെ ഉണ്ടോ? ഏറിപ്പോ നമ്മളൊക്കെ മിക്കവാറും ഏറിപ്പോവും കേട്ടാ എന്തെങ്കിലുമൊക്കെ പറഞ്ഞേന്. ഭൂമി തന്നെ ഒരു എയറിലല്ലേ നിക്കണ. ഭൂമിയെ കണക്ക് ഉരുണ്ടൊരു സാധനം എനിക്ക് കിട്ടുകയും ചെയ്തു. കഴിക്കാൻ പറ്റുന്നതാണോന്നും എന്തിനാ വെറുതെ റിസ്ക് എടുക്കുന്ന സുഹൃത്തുക്കളെ? പക്ഷെ ഇത് എന്റെ പോഡ്കാസ്റ്റിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നീളമുള്ള പോഡ്കാസ്റ്റ് ആട്ടോ അത്. തിരുത്തപ്പെടാനുള്ളതല്ലേ? തീർച്ചയായും. പറ്റിയത്. അതെ, ഇത്രയും പെട്ടെന്ന് കേക്ക് മുറിച്ച് തീർത്തോ ചേട്ടാ? ഇത് ചെറിയൊരു കേക്കല്ലേ? ഞാൻ 2-3 ദിവസമായിട്ട് കേക്ക് മുറി തന്നെ പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കുക. ഓക്കെ.